ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിജിൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇല അടയാണ്. നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രാതലായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാവുന്ന, നമ്മളെല്ലാവരും കഴിച്ചിട്ടുമുള്ള, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുമുള്ള ഇല അടയാണ്. ഞാനിന്നിവിടെ ശർക്കര ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. നമുക്കിത് പഞ്ചസാര ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിനായിട്ട് വേണ്ടത് നല്ല വറുത്ത അരിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 2 കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയുമാണ്. ഞാനിതിവിടെ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. ഇനി അല്പം ടേസ്റ്റിന് വേണ്ടി ഇതിലേക്ക് അല്പം ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കായയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണം നിർബന്ധമല്ല, ഓപ്ഷണലാണ്. നമുക്ക് എങ്ങനെയൊക്കെ രുചി കൂട്ടാൻ പറ്റുന്നോ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വാഴ ഇല ഇതുപോലെ കട്ട് ചെയ്ത് അല്പം വെളിച്ചെണ്ണയോ ഓയിലോ തടവിയതിനു ശേഷം ഒരു ചെറിയ ബൗളാക്കി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം വെള്ളം ഒന്ന് കയ്യിൽ തടവിയതിനു ശേഷം പരത്തുക. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ച ശർക്കരയും അതുപോലെ തന്നെ തേങ്ങ ചിരകിയതുമാണ്. ഇതിന് നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം നമുക്കിത് കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറയ്ക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം ഇവിടെ കട്ടി കുറച്ചിട്ടാണ് പരത്തിയത്. ഇത് പഞ്ചസാര കൊണ്ട് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ഈ രീതിയിൽ മടക്കി വെക്കണം. ഇപ്പം എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി കുക്കർ എടുക്കുക. അതിലേക്ക് നമുക്ക് അട്ടിയായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ വരുന്ന വിസിൽ വരുന്ന പോലെ തന്നെ ആ ഒരു വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളുടെ അട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ നമ്മുടെ വാഴയിലൊക്കെ നന്നായിട്ടൊന്ന് ആ വാടിയതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇലാട എപ്പോഴും അല്പം ചൂടോടെ കഴിക്കണം. നല്ലൊരു ചൂട് സ്ട്രോങ് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ശരിക്കും ഒരൊറ്റ അട മതി നമ്മുടെയൊക്കെ വയറ് നിറയാൻ. വയറും മനസ്സും ഒരുപോലെ നിറയാൻ അത്രയ്ക്കും ടേസ്റ്റാണ് ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കിയിടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നാളെ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.